പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നീ പ്രഭാതത്തിൽ ഗോഡ് ഈസ് ഓൾമൈറ്റി എന്ന ചാനലിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ബൈബിള് കയ്യിലെടുത്ത് കർത്താവായ ഈശോയെ ഇന്നെന്താണ് ഞാൻ അനേകർക്ക് കൊടുക്കേണ്ടത്, കർത്താവേ അങ്ങ് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നപ്പോൾ കിട്ടിയ വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തില് 17-ാമത്തെ വാക്യമാണ്. ഇസ്രായേലിന്റെ പ്രകാശമഗ്നിയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളതായൊരു വചനഭാഗം. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുള്ളുകളും മുൾച്ചെടികളും, ഓരോ ദിവസവും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, എല്ലാത്തിനെയും ദഹിപ്പിച്ച് കളയുവാൻ തക്കവിധം നമ്മുടെ ഇടയിൽ ഇസ്രായേലിന്റെ പ്രകാശമായ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആയതിനാൽ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നോക്കി അവയോട് ഈ വചനം കൽപ്പിക്കുവാനായിട്ട് കർത്താവായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഓരോ ദിവസവും വചനം കേൾക്കുകയും വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുവാനുള്ള കൃപ ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകത്തെ തന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടതായ ഒരു ടോക്കിൽ നിന്ന് മാത്യു നായ്ക്കപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞതായ ഒരു വചനം, ഒരു മധ്യസ്ഥ പ്രാർത്ഥന, അത് കേട്ടത് മുതൽ അത് ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള 800 കോടി ജനങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും കർത്താവായ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ ഒരു പ്രാർത്ഥന നിങ്ങളും കൂടി ഇത് കാണാതെ പഠിച്ച് ഈ ലോകത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പ്രാർത്ഥന വരുമ്പോഴേക്കും അത് ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തുകയും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ നിയോഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം നൽകുകയും നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.